ലോകത്തിലെ പ്രസിദ്ധമായ റെയിൽവേ സമ്പ്രദായമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. രാജ്യത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളെയും റെയിൽവേ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. 1853 ഏപ്രിൽ 16 മുംബൈക്കും താനേക്കുമിടയിലാണ് ആദ്യ ട്രെയിൻ സർവീസ് നടത്തിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ പ്രോജക്റ്റാണ് കൊങ്കൺ റെയിൽവേ. കർണാടകത്തിലെ മംഗലാപുരം മുതൽ മഹാരാഷ്ട്രയിലെ റോഹ വരെയാണ് ഈ റെയിൽപാത കടന്നുപോകുന്നത്. ഒരു തീരദേശ മലയോര റെയിൽപാതയായതിനാൽ ഏറെ വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഇത് പ്രാവർത്തികമാക്കിയത്. 1980കളിലാണ് കൊങ്കൺ വഴി റെയിൽപാത വേണം എന്ന ശക്തമായ ആവശ്യം മുന്നോട്ട് വരുന്നത്. തുറമുഖ നഗരങ്ങളായ മംഗലാപുരത്തെയും മുംബൈയെയും കൊങ്കൺ തീരത്തിലൂടെയും പശ്ചിമഘട്ട മലനിരകളിലൂടെയും ബന്ധിപ്പിക്കുകയായിരുന്നു കൊങ്കൺ റെയിൽപാതയുടെ പ്രധാന ലക്ഷ്യം. റെയിൽപാത പ്രധാനമായും കടന്നുപോകുന്നത് കൊങ്കൺ തീരത്തിനു സമാന്തരമായതുകൊണ്ടാണ് കൊങ്കൺ റെയിൽവേ എന്ന പേര് വരാൻ കാരണം. 1966 മഹാരാഷ്ട്രയിലെ ദിവ മുതൽ പൻവേൽ വരെ റെയിൽപാത നിർമ്മിച്ചു. 1986 ഈ ലൈൻ റോഹ വരെ നീട്ടി. ഇതേസമയം മംഗലാപുരം മുതൽ തൊക്കൂർ വരെയുള്ള ലൈനും പണിതു. അപ്പോഴും തൊക്കൂർ മുതൽ റോഹ വരെയുള്ള പ്രദേശങ്ങൾ റെയിൽ മാർഗം ബന്ധിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. 1984 കേന്ദ്ര റെയിൽ മന്ത്രാലയം കൊങ്കൺ റെയിൽവേക്കായുള്ള ആദ്യ വിശദമായ ലൊക്കേഷൻ സർവേ നടത്തി. കർണാടകയിലെ സൂറത്കൽ മുതൽ ഗോവയിലെ മഡ്ഗാവ് വരെയായിരുന്നു ആദ്യ സർവേ. തുടർന്ന് മഡ്ഗാവ് മുതൽ മഹാരാഷ്ട്രയിലെ റോഹ വരെയും സർവേ പൂർത്തിയാക്കി. ദക്ഷിണ റെയിൽവേക്കായിരുന്നു ലൊക്കേഷൻ സർവേയുടെ ചുമതല. 1998 ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. 1989 അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസിന്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. 1990 ജൂലൈ 19 കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് KRCL രൂപവത്കരിച്ചു. KRCLന്റെ ആസ്ഥാനം നവി മുംബൈയിലെ ബെലാപ്പൂർ ഭവനാണ്. ശ്രീധരനെ KRCLന്റെ ആദ്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിച്ചു. 1991 സെപ്റ്റംബർ 15 കൊങ്കൺ റെയിൽവേ പ്രൊജക്ടിന്റെ തറക്കൽ റോഹയിൽ സ്ഥാപിച്ചു. 5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് KRCLനെ ഏൽപ്പിച്ചിരുന്നത്. മംഗലാപുരത്തിനടുത്ത് തൊക്കൂറിൽ നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്രയിലെ റോഹയിൽ അവസാനിക്കുന്ന കൊങ്കൺ പാതയുടെ ആകെ ദൂരം 740 കിലോമീറ്റർ ആണ്. ശ്രീധരനെയും കൂട്ടരെയും കാത്തിരുന്നത് കനത്ത വെല്ലുവിളികളായിരുന്നു. മലനിരകളും താഴ്വാരങ്ങളും കണ്ടൽക്കാടുകളും നദികളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ സുന്ദരമായ പ്രദേശമാണ് കൊങ്കൺ തീരവും പശ്ചിമഘട്ട മലനിരകളും. മലനിരകളിലൂടെയുള്ള റെയിൽപാത നിർമ്മാണം ചെലവ് കൂടിയതും അതേസമയം അപകടം നിറഞ്ഞതുമായിരുന്നു. ഭൂമി ഏറ്റെടുക്കലും ഭൂമി നഷ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകലും കൊങ്കൺ റെയിൽവേ അതിവേഗം നിർവഹിച്ചു. പരമാവധി കൃഷിയിടങ്ങൾ ഒഴിവാക്കിയെങ്കിലും ജൈവ വൈവിധ്യം തകർക്കാതെ പാത നിർമ്മിക്കാനാണ് കൊങ്കൺ റെയിൽവേ ശ്രദ്ധിച്ചത്. മലനിരകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കൊങ്കൺ പാത മിക്കയിടത്തും കടന്നുപോകുന്നത്. ഇതിനായി 2000-നടുത്ത പാലങ്ങളും 91 തുരങ്കങ്ങളും നിർമ്മിക്കേണ്ടതായി വന്നു. കാലാവസ്ഥയിലെ വ്യതിയാനമാണ് കൊങ്കൺ റെയിൽപാത നിർമ്മാണം നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളി. മഴ ഏറെ ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും നിരന്തരമായി നിർമ്മാണം തടസ്സപ്പെടുത്തി. തുരങ്കങ്ങളുടെ നിർമ്മാണ വേളയിൽ മണ്ണിടിച്ചിലും ആളപായവും ഉണ്ടായി. പാത വനത്തിലൂടെ കടന്നുപോകുന്നതിനാൽ വന്യജീവികളുടെ ശല്യം നിലനിന്നിരുന്നു. തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഹൈഡ്രോളിക് മെഷീനുകൾ സ്വീഡനിൽ നിന്ന് കൊണ്ടുവന്നു. നിരവധി തൊഴിലാളികളുടെ കഠിനാധ്വാനം ചിലരുടെ ജീവനും ബലികൊടുത്താണ് ഈ റെയിൽവേ ലൈൻ പ്രാവർത്തികമായത്. ഗോവയിലെ പ്രകൃതി സ്നേഹികളിൽ നിന്നാണ് കൊങ്കൺ റെയിൽവേ മറ്റൊരു വെല്ലുവിളി നേരിട്ടത്. കൊങ്കൺ റെയിൽവേ പ്രോജക്റ്റ് കൊങ്കൺ തീരത്തിൻ്റെയും പശ്ചിമഘട്ട മലനിരകളുടെയും സന്തുലിതാവസ്ഥ തകർക്കും എന്നായിരുന്നു അവരുടെ വാദം. 1991 സമരമാർഗങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി. ഇത് റെയിൽവേയുടെ നിർമ്മാണത്തെ സാരമായി ബാധിച്ചു. ഗോവയിലെ പെർണേം തുരങ്കം നിർമ്മിക്കാൻ ഏറെ വർഷങ്ങൾ വേണ്ടിവന്നു. ഉദ്ദേശം 6 വർഷം കൊണ്ടാണ് ഈ തുരങ്കം പൂർത്തിയായത്. 30,000 തൊഴിലാളികൾ അഹോരാത്രം പണിയെടുത്താണ് കൊങ്കൺ റെയിൽവേ ഒടുവിൽ യാഥാർത്ഥ്യമായത്. 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത്. കൊങ്കൺ റെയിൽവേ വഴി കർണാടകം, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ തീരദേശ സ്ഥലങ്ങളെ ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിച്ചു. കൊങ്കൺ റെയിൽവേ യാഥാർത്ഥ്യമാവുന്നതിന് മുൻപ് വളരെ ദൂരം സഞ്ചരിച്ചും ഏറെ സമയമെടുത്തുമാണ് കേരളത്തിലെയും കർണാടകത്തിലെയും ഗോവയിലെയും ജനങ്ങൾ ഇന്ത്യയിലെ മിക്ക വടക്കേന്ത്യൻ നഗരങ്ങളും സന്ദർശിച്ചിരുന്നത്. വൈദ്യുതീകരിക്കാത്ത സിംഗിൾ ബ്രോഡ് ഗേജ് ലൈനാണ് കൊങ്കൺ റെയിൽവേയിലുള്ളത്. നിരവധി പാസഞ്ചർ എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ ഈ വഴി സർവീസ് നടത്തുന്നു. തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ സർവീസ് നടത്തുന്ന രാജധാനി എക്സ്പ്രസ് ആണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഏറ്റവും വേഗമേറിയതും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതുമായ ട്രെയിൻ. കൃഷിയിടങ്ങൾ, കണ്ടൽക്കാടുകൾ, മലനിരകൾ, താഴ്വാരങ്ങൾ, നദികൾ മുതലായവയാണ് കൊങ്കൺ റെയിൽവേയിൽ ഉടനീളം കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നത്. മൺസൂൺ കാലത്ത് കൊങ്കൺ വഴിയുള്ള ട്രെയിൻ യാത്ര ഏറെ ആസ്വാദ്യകരമാണ്. കൊങ്കൺ ജനതയുടെ ഗ്രാമീണ ജീവിതവും കൃഷിരീതിയും ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് കൊങ്കൺ റെയിൽ യാത്ര. പ്രകൃതി തീർത്ത വിസ്മയങ്ങൾക്കു പുറമെ മനുഷ്യനിർമ്മിത വിസ്മയങ്ങളാലും സമ്പന്നമാണ് കൊങ്കൺ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ റെയിൽവേ തുരങ്കം കൊങ്കൺ പാതയിലെ കാർബൂഡെ തുരങ്കമാണ്.
ഉക്ഷി ബോക്കെ സ്റ്റേഷനുകൾക്കിടയിലുള്ള ഈ തുരങ്കത്തിൻ്റെ നീളം 6.5 കിലോമീറ്ററാണ്. കൊങ്കൺ റെയിൽവേ വിനോദസഞ്ചാര വികസനത്തിന് അനന്ത സാധ്യതകളാണ് സമ്മാനിക്കുന്നത്. പ്രകൃതി രമണീയതയും ചരിത്ര പ്രാധാന്യമുള്ള നിരവധി ഗ്രാമങ്ങളും ടൗണുകളും കൊങ്കൺ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഉടുപ്പി, മൂകാംബിക, കാർവാർ, ഗോവ, ഗോകർണം മുതലായവ. പൈതൃക ടൂറിസത്തിനും തീർത്ഥാടന ടൂറിസത്തിനും ബീച്ച് ടൂറിസത്തിനും ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൊങ്കൺ തീരത്താണുള്ളത്. 2012 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പശ്ചിമഘട്ട മലനിരകളെ ഏറ്റവും നന്നായി ആസ്വദിക്കാൻ സഹായിക്കുന്നത് കൊങ്കൺ വഴിയുള്ള ട്രെയിൻ യാത്രയാണ്. ടൂറിസ്റ്റ് ഫ്രണ്ട്ലി റെയിൽവേ ഓഫ് ഇന്ത്യ എന്നുകൂടി കൊങ്കൺ റെയിൽവേ അറിയപ്പെടുന്നു. കൊങ്കൺ റെയിൽവേയിലെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രശംസനീയമാണ്. റെയിൽവേ ലൈനിൻ്റെ സമീപത്തെ പാറകൾ ഫെൻസിംഗ് ചെയ്തിരിക്കുന്നു. ഇതുമൂലം മഴ സമയത്ത് പാറകൾ ഇടിഞ്ഞ് ട്രാക്കിലേക്ക് വീഴുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു. പാതയിലെ മണ്ണൊലിപ്പ് തടയുന്നതിനു വേണ്ടി പ്രത്യേകതരം പുല്ലുകളും ചെടികളും നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. തുരങ്കങ്ങളുടെ ഉള്ളിൽ LED ബൾബുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതി ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു. 24 മണിക്കൂറും പട്രോളിംഗ് സംവിധാനമുള്ള റെയിൽവേയാണ് കൊങ്കൺ റെയിൽവേ. മറ്റുള്ള റെയിൽവേ സോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊങ്കൺ പാതയിൽ അപകടനിരക്ക് കുറവും സുരക്ഷാ സന്നാഹങ്ങൾ ശക്തവുമാണ്. ഇന്ത്യയുടെ റെയിൽവേ മാപ്പിന് പൂർണ്ണത വന്നത് കൊങ്കൺ പാത തുറന്നപ്പോഴാണ്. ഇന്ന് ഇന്ത്യയിലെ മിക്ക നഗരങ്ങളിലേക്കും ട്രെയിൻ മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാൻ കൊങ്കൺ പാത സഹായിക്കുന്നു. തുറമുഖ നഗരങ്ങളായ മുംബൈയും മംഗലാപുരത്തെയും വളരെ വേഗത്തിൽ ബന്ധിപ്പിക്കാൻ ഈ പാത സഹായിക്കുന്നതിനോടൊപ്പം ചരക്ക് നീക്കവും സാധ്യമാക്കുന്നു. ഇന്ന് കൊങ്കൺ റെയിൽവേ ഇന്ത്യയുടെ അഭിമാനവും അതോടൊപ്പം സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. കൊങ്കൺ തീരത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇന്ന് കൊങ്കൺ റെയിൽവേ മാറിക്കഴിഞ്ഞു. ആധുനിക ഇന്ത്യയുടെ റെയിൽ ചരിത്രത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് കൊങ്കൺ റെയിൽവേ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.